ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു ഷിമ്മി പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനോടകം വെച്ച് നമ്മളൊരു 13ഓളം ഡ്രസ്സുകൾ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കാം. കാരണം നമ്മൾ സ്ലിറ്റ് ടോപ്പും പഠിച്ചു, പിന്നെ എന്താ എയർലൈൻ ടോപ്പെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്കൊരു ടോപ്പ് തയ്ക്കുമ്പോൾ എന്താണ് അതിന് നെക്ക് ഡിസൈനുകളൊക്കെ നല്ലതായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോഴേക്കും നമ്മൾ തയ്ക്കുന്ന ടോപ്പിന് എന്താണ് ഒരു ഭംഗി വരത്തുള്ളൂ. പിന്നെ എന്താണ് സ്ലീവുകൾ പലതരം ഡിസൈനുകളുണ്ട് അല്ലേ? നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ടോപ്പ് തയ്ക്കുമ്പോൾ നെക്ക് ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഞാൻ പ്ലേലിസ്റ്റിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ക്ലാസ്സുകളെല്ലാം. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ ദയവായി അതൊക്കെ ഒന്ന് കയറി കാണണം. ഇപ്പം നമുക്ക് ഇനി ഒരു നെക്ക് ഡിസൈൻ പഠിക്കാം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗ്ലാസ് വി നെക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ, ഒരു ഗ്ലാസ് വി നെക്ക് ചെയ്യുവാണെങ്കിൽ അതിനൊരു ഭംഗി കുറച്ചുകൂടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മിനുസുള്ള ഭാഗം. ഇതാണ് നമ്മൾ തുണിയിലേക്ക് ഒട്ടിക്കേണ്ട ഭാഗം. പിന്നെ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് വരയ്ക്കേണ്ടത് അല്ലേ? നമ്മൾ നെക്കിൻ്റെ എല്ലാം വരച്ചെടുക്കേണ്ടത് ഈ ഭാഗത്താണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസ് എടുത്ത് അതിന് രണ്ടായിട്ട് മടക്കിയിട്ട് 9 ഇഞ്ച് ഇറക്കവും ഒരു 4.75 എന്തെങ്കിലും വീതിയുമുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിടുമ്പോഴാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കഴുത്തിൻ്റെ അകലം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇറക്കം നമുക്കിഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ഒരു 6.5 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, ഒരു 3 ഇഞ്ചിൽ നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്കിനി ഒരു ബോക്സ് വരയ്ക്കാം. കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി വീണ്ടും നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. പക്ഷേ ഇതൊരു ഗ്ലാസ് നെക്കാണ് ഉദ്ദേശിക്കുന്നത്. ഗ്ലാസ് നെക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്ക്വയർ ആയിട്ടല്ലേ ഇരിക്കും. ഗ്ലാസിൻ്റെ അടിഭാഗം എപ്പോഴും ചെറുതല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്കിവിടെ ഇങ്ങനെ കുറയ്ക്കണം. കുറച്ച ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്കൊരു ലൈൻ വരയ്ക്കണം. അപ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ആദ്യം എന്ത് ചെയ്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടെ എന്താണ് ഒരു 6.5 ഇഞ്ച് ഇറക്കമെടുത്ത് വീണ്ടും ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി, പിന്നെ ഇവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ മുകളിലേക്ക് വരച്ചു, പിന്നെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെയും വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി ഇവിടെ നിന്ന് 1/2 ഇഞ്ചോ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വീയുടെ അളവ്, നിങ്ങൾക്ക് എത്ര ഇഞ്ച് വേണം, വലിയ വി വേണോ ചെറിയ വി ആയിട്ട് മതിയോ എന്നൊക്കെ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം തീരുമാനിക്കാം. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു 1/2 ഇഞ്ച് അളവിൽ എന്ത് ചെയ്യാൻ പോകുന്നതാണ്, ഇവിടെ ഒരു മാർക്ക്, ഇവിടെ നിന്ന് 1/2 ഇഞ്ച്, എന്നിട്ട് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് കൊടുത്താലും ഭംഗിയായിരിക്കും. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഈ കോർണറിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുന്നു, 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 ഇവിടെ നിന്ന് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. നമ്മളിനി കട്ട് ചെയ്തെടുക്കേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി നമുക്കിതൊരു അടയാളം വരച്ച് വയ്ക്കാം. ഇത്രയും മനസ്സിലായല്ലോ. ഇങ്ങനെ ഉണ്ടല്ലോ. അതിനുശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഈ ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് വയ്ക്കണം. അതെന്തിനാണെന്നോ, നമുക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാം, ഇത് കൊണ്ടുപോയി ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്യുമ്പോൾ പിന്നെ അളവൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് വിടാതെ നോക്കണം.
എന്നിട്ട് ഈ ഒരു വീട് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നു. പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു നമ്മൾ ചരിച്ച് വരച്ചെടുത്ത ഭാഗത്തൊക്കെയാണ് നിർത്തേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഇങ്ങനെ 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 വന്ന് എന്നിട്ട് എന്തിനാ ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ ഭാഗം കട്ട് ചെയ്ത് പോകരുതേ. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എന്ത് ചെയ്തിട്ട് ഈ ഗ്ലാസ് വീനൊക്കെ കിട്ടിയല്ലേ. അപ്പം നിങ്ങൾക്ക് ഇനി വേണം കുറച്ചുകൂടെ ഇറക്കം കൂട്ടാം, വീട് വീതി കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ ഒരു 3/4 ഇഞ്ച് ഇടുക. അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങൾ പേപ്പറിൽ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലൈനിങ് ക്ലോത്ത് നമ്മളിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഇത് കണ്ടോലോ ഇതുപോലെ അകം ഭാഗത്തേക്കാണ്, നല്ല വശത്തല്ല, അകം ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ഇത് എന്ത് ചെയ്യണം, അയൺ ചെയ്ത് ഈ തുണിയുമായിട്ട് ഇത് ജോയിൻ ചെയ്ത് എടുക്കണം. അയൺ ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കണം, ഇളകി പോകരുത്. ഓക്കെ. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് അളവിൽ ഇങ്ങനെ ഇത്രയും സ്ഥലം വിട്ടുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അയൺ ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു കാര്യം കൂടെ ചെയ്തു. ഞാൻ ഇത് തയ്ച്ച് കാണിക്കാം, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു യോക്ക് പാർട്ട് കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു മിഡിൽ ഭാഗത്ത് കറക്റ്റ് കണ്ടുപിടിച്ച ശേഷം ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മിഡിൽ ഭാഗത്തേക്ക്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, നല്ല വശത്ത് വെച്ച് തയ്ച്ച് അകത്തേക്ക് മറിച്ച് എടുക്കുന്നതാണ്. ഇനി ഞാൻ സ്റ്റിച്ചിങ് ആണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇത് ആദ്യം തന്നെ കൊണ്ടുപോയി അയൺ ചെയ്തെടുത്തോണ്ട് വരട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് എന്ത് ചെയ്ത് കട്ട് ചെയ്തത് അല്ലേ. ആ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇഞ്ച് ഇടവിട്ടിനെ കട്ട് ചെയ്യണം. ത്രെഡ് കട്ടർ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതെന്തിനാണെന്നോ, ഇതിനെ നമുക്ക് ഇതുമായിട്ട് എന്ത് ചെയ്യണം, യോജിപ്പിക്കണം അല്ലേ. എന്നിട്ട് ഈ അരികിൽ കൂടി ഇതിനെ എന്ത് ചെയ്യണം, ചേർത്തൊന്ന് അടിച്ച് വയ്ക്കണം. ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ ചേർത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അടിച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗം എടുത്ത് ഒരു അടയാളം ഇടണം. അതിനുശേഷം നമ്മുടെ യോക്കില്ലേ, യോക്കിൻ്റെ നല്ല വശത്തേക്ക് ആ മിഡിൽ ഭാഗം എടുത്തില്ലേ, ഇവിടെയാണ് ആ മിഡിൽ ഭാഗം. ആ ഭാഗത്തേക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗവും കൊണ്ട് ചേർത്ത് വെച്ച ശേഷം പിൻ കുത്തിയ ശേഷമാണ് നമ്മൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിവിടെ ഇതും യോക്ക് പാർട്ടും ഇത് ക്യാൻവാസും കൂടെ എന്ത് ചെയ്തു, പിൻ കുത്തി എടുത്തു. യോക്കിൻ്റെ നല്ല വശത്തേക്ക് ക്യാൻവാസിൻ്റെ നല്ല വശമാണ് ചേർത്ത് വെച്ചേക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അടിച്ചകത്തേക്കാണ് മറിച്ചെടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് തുടങ്ങണം, പക്ഷേ നമ്മൾ ക്യാൻവാസിൽ കയറാത്ത വിധം വേണം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ഇങ്ങനെ സാവധാനം ചെയ്യാൻ ശ്രമിക്കണേ. ഈ കോർണറൊക്കെ എത്തുമ്പോൾ കുത്തി നിർത്തണം പതുക്കെ, പക്ഷെ വീണ്ടും തിരിക്കണം. ഓക്കെ. സ്വല്പം കൂടി ഇറങ്ങാനുണ്ട്, സൂചിയും കൂടി. വീണ്ടും ഇവിടെ കൊണ്ടുവരും. ഇവിടെയാണ് നമ്മുടെ വി ഷേപ്പ് ഇരിക്കുന്നത് അല്ലേ, ഗ്ലാസ് വി നെക്കിൻ്റെ വി ഷേപ്പ് ഇവിടെയാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടെ കൊണ്ടുവരാം. ആ കോർണറിൽ കൊണ്ടുവന്നിട്ട് കുത്തി നിർത്തണം. ഇനി വീണ്ടും നമ്മൾ തിരിക്കുന്നു. വീണ്ടും നമുക്കിങ്ങനെ എടുക്കാം. ഇതുപോലെ അടിച്ച് ഇത് കൊണ്ടുവരുന്നു. വീണ്ടും നമ്മൾ തിരിക്കുന്നു. ഓക്കെ. കുറച്ച് ടൈം എടുത്ത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ശരിയാവാതെ വരും. വീണ്ടും സാവധാനം അടിക്കുന്നു. ഓക്കെ. അതിനുശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ തിരിക്കുന്നു. പിന്നെ മാറ്റാം കൈക്കൊണ്ടാണ്. വീണ്ടും നമ്മളിങ്ങനെ അടിച്ച് ക്യാൻവാസിൽ കയറാത്ത വിധം അടിച്ചെടുക്കുന്നു. ഓക്കെ. അതിനുശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പിന്നെല്ലാം ഊരി മാറ്റണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു
1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അളവിൽ ഇങ്ങനെ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ. കട്ട് ചെയ്ത ശേഷം നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ത്രെഡ് കട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനത് തിരിച്ചിട്ടൊക്കെ കറക്റ്റായിട്ട് എടുത്ത് ഈ കോർണർ ഭാഗമെല്ലാം കറക്റ്റായിട്ട് കുത്തിയൊക്കെ എടുത്തു റെഡിയാക്കി. എന്നിട്ട് ഇനി ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ട് വരികയാണ്. നമുക്ക് എന്ത് ചെയ്ത് അടിച്ച് കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലാസ് വീനൊക്കെ ഇവിടെ കിട്ടും. ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി നിർത്തുന്നു. ഈ വീയുടെ ഭാഗം നമുക്ക് കറക്റ്റ് നോക്കണ്ടേ, കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തൊക്കെ എടുത്താൽ മതി. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കുത്തി നിർത്തുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ശരിയായൊന്നും വരുത്തൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കുറേ ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് പഠിച്ചെടുക്കും. ഓക്കെ, നോക്ക് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗ്ലാസ് വീനൊക്കെ എന്ത് ചെയ്ത് ഇവിടെ നമുക്ക് കിട്ടിയല്ലേ. ഇനി നമുക്ക് എന്താണ് ഇതിലെ കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ ലൈനിങ് ക്ലോത്ത് ആണെങ്കിൽ ആ സ്റ്റിച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെ കണ്ടോ നമ്മുടെ നല്ലൊരു അടിപൊളി ഗ്ലാസ് വീനൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. ഓക്കെ.